പുലർച്ചെ ഒരു 5 മണിക്ക് എണീറ്റ് ഈ ഒരു യാത്ര എങ്ങോട്ടാന്നല്ലേ ഒരിടം വരെ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം വരെയാണ് കേട്ടോ ഈ പോണത്. ഏകദേശം ഒരു 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു യാത്ര. ഒരുപാട് ആഗ്രഹിച്ചിരുന്നെങ്കിലും മുൻപ് പോവാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ അതിന് ഭയങ്കര തടസ്സവും കാര്യങ്ങളൊക്കെ പോലെ ഉണ്ടായിരുന്നു. 5:30ക്ക് ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെങ്കിലും ഒരു 6:30 ഒക്കെ കഴിഞ്ഞു കേട്ടോ ട്രെയിൻ വരാൻ. ട്രെയിൻ വരാൻ നല്ല ലേറ്റായി കേട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരുപാട് കാലത്തിന് ശേഷം പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ ഇത്. സീസൺ ടൈമാണ്, നല്ല തിരക്കുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്തത്. നോക്കുമ്പോൾ ട്രെയിനിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് തന്നെ ഒരുപാട് കാഴ്ചകളും കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളൊരു 9 മണിയാകുമ്പോഴേക്കിനും മംഗലാപുരം എത്തി. ഇവിടുന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ കഴിച്ചായിരുന്നു. അവിടുന്ന് പിന്നെ നേരെ മാർക്കറ്റിലൂടെ പോയത് ബസ് സ്റ്റാൻഡിലേക്കാണ്. ഈ ഒരു യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷം, അതേപോലെ തന്നെ ഏട്ടൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു യാത്ര. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മളെങ്ങോട്ടാണ് പോണതെന്ന്. മൂകാംബികയിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് അമ്മയുടെ വിളി വന്നാലാണ് അവിടെ എത്താൻ പറ്റുകയെന്നൊക്കെ ഒരുപാട് റീൽസിലൂടെയും അവിടുത്തെ പൂജാരിയൊക്കെ പറഞ്ഞിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള വിളി വന്നിട്ടുണ്ടാവും, അതായിരിക്കാം. ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴേക്കിനും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അമ്പലത്തിൻ്റെ നേരെ മുന്നിലായിട്ട് ഒരുപാട് ലോഡ്ജുകളുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. കയറുമ്പോൾ തന്നെ ഒരു ഗണപതി വിഗ്രഹം, പിന്നെ ഉണ്ണിക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നല്ലൊരു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നേ, പേര് കുണ്ടു. ആദ്യം കണ്ടപ്പോൾ വലിയ മൈൻഡൊന്നും ഇല്ലെങ്കിലും പിന്നെ ഞങ്ങൾ നല്ല കൂട്ടായി കേട്ടോ. എല്ലാവർക്കും കൂടി ഒരു റൂമാണ് എടുത്തത്. ഈ ഒരു ടൈമിൽ അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് പോയപ്പോൾ അത്ര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ചൂട് തന്നെയായിരുന്നേ. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു അച്ചാറെങ്കിലും എടുത്തിട്ട് പോകണം എന്നുള്ളത്. ബാക്കി എല്ലാവരും ലെമൺ സാദവും കഴിച്ചപ്പോൾ ഞാൻ അച്ചാറും കൂട്ടി ചപ്പാത്തി കഴിച്ചു. അവിടുന്ന് നേരെ പോയത് റൂമിലേക്ക്. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.